എനിക്കിനി എന്തിനാ സാവിത്രി മരുന്ന്? വേണ്ട. സത്യഭാമയ്ക്കൊരു ചെക്കനെ കണ്ടുപിടിക്കാൻ നിന്റെ വല്യേട്ടനോട് പറയാൻ പറ്റുമോ എനക്ക്? എന്റെ മോളുടെ കല്യാണം കാണാനാ ഈ ജീവൻ കിടക്കണ തന്നെ. അതുവരെ ജീവൻ കിടക്കാൻ വേണ്ടിയല്ലേ ലക്ഷ്മിക്കുട്ടി ഈ മരുന്നൊക്കെ? രാത്രി വെക്കുള്ളൂ, ഞാൻ കൊടുത്തോളാം. ലക്ഷ്മിക്കുട്ടി വെറുതെ വാശി പിടിക്കണ്ട. അസുഖം മാറാനല്ലേ ഇതങ്ങോട്ട് കുടിക്കുക. വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച അസുഖം ഭേദമാകില്ല, കൂടുകയേ ഉള്ളൂ. അവളുടെ കാര്യത്തിൽ അടുത്ത് തന്നെ ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാനും വിചാരിക്കുന്നു. അവൾക്ക് വേണ്ടി ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സമയമാകുമ്പോ അറിയിക്കാം. കണ്ടുവച്ചത് ആരെയാണെന്ന് അവളുടെ അമ്മ കൂടെ അറിയുന്നതുകൊണ്ട് വിരോധമുണ്ടോ? വിരോധമില്ല, പക്ഷേ അത് രഹസ്യമായി വെക്കേണ്ട ഒരു കാര്യമാണ്. പരസ്യമായാൽ ചുറ്റിനും ശത്രുക്കളാ, അത് മുടങ്ങും. ചിലർ അത് മുടക്കും. നീ പെണ്ണല്ലേ, പെണ്ണുങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ല എന്ന് നിനക്കറിയാലോ. അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടതല്ലേ. എന്നെ വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ കണ്ടുവച്ച ആള് സേതുവേട്ടൻ തന്നെയാ. എന്റെ അമ്മോ, മനുഷ്യൻ പലതരം ദുസ്വപ്നം കാണാറുണ്ട്, പക്ഷെ ഇതുപോലെ ആരും കണ്ടു കാണില്ല. ദുസ്വപ്നൊന്നുമല്ല, സത്യം. അത് അച്ഛന്റെ വാഗുകൊണ്ട് തന്നെ കേൾക്കുമ്പോ സേതുവേട്ടൻ ഞെട്ടിപ്പോവും. അതെ, ഇപ്പൊ തന്നെ ഞാൻ ഞെട്ടിയിരിക്ക. ഭാമയ്ക്ക് പട്ടു തുടങ്ങിയല്ലോ എന്നോർത്ത്. എന്റെ ഭാമേ, ചന്ദ്രമംഗലത്തെ രാമവർമ്മ തിരുമേനിയുടെ ഏക മകളെ കാര്യസ്ഥന്റെ മകനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കൂ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. വലിയ തിരുമേനിയുടെ പൂർണ്ണ സമ്മതത്തോടെ നമ്മുടെ വിവാഹം നടക്കുന്നു ഞാൻ കരുതുന്നില്ല. ഭാമ ചിന്തിക്കുന്ന കേൾപ്പൊഴികളാ. അങ്ങനെ ഒരു വഴി നമ്മുടെ മുമ്പിലില്ല. എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്നവരെ കാത്തിരിക്കുക. അത് കഴിഞ്ഞ് രണ്ടും കൽപ്പിച്ച് എന്നോട് പറഞ്ഞിരിക്കുക. എന്തൊരു ശബ്ദം കിട്ടില്ലേ? അത് പടിഞ്ഞാറ് നിൽക്കുന്ന പ്ലാവിന് ചക്ക വീണതായിരിക്കും. രണ്ട് ചക്ക ഒന്നിച്ചു വീഴൂ. വലിയേട്ടൻ ഉണരില്ലേ ഭഗവതി? ഇല്ല, ഉണരില്ല. ഞാൻ കാവിലെ ഭഗവതിക്ക് നേരത്തെ തന്നിട്ടാ പോയത്. മഹാഭാവി, ഒരിക്കലും ഉണരില്ലടാ. ചെറിയച്ചന്മാരാ ഏതോ ഉത്സവപ്പറമ്പിൽ പോയി കിടന്നുറങ്ങിയിട്ട് വരുന്ന വരവാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ വിഷയം മനസ്സിൽ ധ്യാനിച്ചോണ്ട് ഓടിക്കോ. അവരുടെ കണ്ണിപ്പെടരുത്. ഭാമാത്തേക്ക് വെക്കോ, അവരെ ഞാൻ നോക്കിക്കോളാം. വെക്കോ. ആരും അങ്ങോട്ട് ഓടുന്നുണ്ടല്ലോ. ആരാത്? ആരാത്? വിടണവനെ പിടിക്ക. അവിടെ നിൽക്കണോ? അവിടെ നിൽക്ക. അതൊക്കെ അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിട്ട് ഓടും മനുഷ്യ. മുഖം ഒന്ന് കാണട്ടെ. മുഖം ഒന്ന് കാണാൻ വേണ്ടി മാത്രമാ. അവൻ തെക്കുവശത്താ നിന്നിരുന്നത്. അതായത് ഭാമയുടെ മുറിയുടെ വാതിൽക്കൽ. ഞങ്ങളെ കണ്ടതും അവൻ ഞങ്ങളെ തട്ടിയിട്ടിട്ട് കിഴക്കോട്ടോടി പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയും ചാടി വടക്കോട്ട് ഒറ്റ വട്ടം. അയ്യോ, അപ്പൊ തിരുമേനിമാര് നേരെ വടക്കോട്ട് ഓടി പോയിരുന്നെങ്കിൽ ഈസി ആയിട്ട് അവനെ പിടിക്കാൻ കഴിഞ്ഞു. ഏയ്, അതെങ്ങനാ? ഓടുന്നതിനിടയിൽ പലവട്ടം അവനോട് വിളിച്ചു കൂവിയതാ. ഒന്ന് തിരിഞ്ഞു നിൽക്കണോ, മുഖം ഒന്ന് കാണട്ടെ എന്ന്. അവൻ കേക്കട്ടെ. അത് നേരാ, അവൻ ആ അഡ്രസ്സങ്ങൾ തന്നിട്ട് പോയിരുന്നു. അല്ല, കൊച്ചു തിരുമേനിമാര് പറയുന്നതില് സത്യത്തിന്റെ അംശം ഒരു പൊടിയെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ അമ്മ ഉമാമേശ്വരി തമ്പുരാട്ടിയാണ്. വാരയാണ് ഞങ്ങൾ രണ്ടുപേരും ഈ കണ്ണുകൊണ്ട് അവനെ കണ്ടതാ. ഈ കണ്ണോട് നിങ്ങൾ കണ്ടാൽ എങ്ങനെ കാണും? ഇത് ശംഭു തിരുമേനി കാണല്ലേ? അനിയൻ തിരുമേനിക്കാണ്. അനിയൻ തിരുമേനിയുടെ മുഖത്ത് കണ്ടില്ലേ? അയ്യോ വാര്യ, അത് തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഈ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവനെ കണ്ടു. ഓ, നിർത്തടാ ശൂനകന്മാരെ. എടോ വാരെ, ഈ കാര്യത്തിൽ തന്റെ അഭിപ്രായം എന്താണോ? ഏതോ തന്തയ്ക്ക് ജനിക്കാത്തവനാണ് ചെയ്തിരിക്കുന്നത്, യാതൊരു സംശയമില്ല. അവനെ കൈയോടെ പിടിച്ച് പടിഞ്ഞാറേക്കട മൂവാണ്ടമ്മാവില് കെട്ടിയിട്ട് തലമൊട്ടയടിച്ച് അവന്റെ ചന്തിക്കിട്ട് ചാട്ടവാറ് കൊണ്ട് 1001 അടി കൊടുക്കണമെന്നാണ് എന്റെ എളിയ അഭിപ്രായം. എന്താ മോനെ? അതെ, അതാണ് വേണ്ടത്. ഇനി അവനെ കിട്ടിയില്ലെങ്കിൽ അവന്റെ തന്തയെ പിടിച്ചെങ്കിലും രണ്ടു കൊടുക്കണം. അതെ, അതിനാളാരാണെന്നറിയാതെ എങ്ങനെയാ വരിഞ്ഞു കെട്ടുന്നതും ചാട്ടവാറും കൊണ്ടടിക്കുന്നതും? ആള് നമ്മുടെ മുമ്പിൽ തന്നെ ഇല്ലേ? വലിച്ചു നീട്ടാതെ ആളാരാണെന്ന് പറയൂ. ഇത് അവൻ തന്നെയാണെന്നാണ് എന്റെ ബലമായ സംശയം. ആര്? ആ പുരുഷോത്തമൻ. തിരുമേനിക്ക് ഓർമ്മയില്ലേ? അച്ഛൻ തിരുമേനിയുടെ കാലത്ത് ആ മൂത്തവണ്ണം ഈ വീടിന് ചുറ്റും രാവും പകലും പതുങ്ങി നടന്നിരുന്നത്. കുട്ടിവാളുമ്മ ഇറങ്ങി ചെന്നപ്പോ കൂടെ തറവാട്ടിന്റെ പകുതി സ്വത്തും ഇറങ്ങി ചെല്ലുന്നു മൂത്ത കുന്നം കരുതി. അത് തെറ്റിയില്ലേ? തിരുമേനി കാക്കാശ് കൊടുത്തില്ലല്ലോ. ആ ദേഷ്യം വൈരാഗ്യം ഇപ്പോഴും ഉണ്ട് മൂത്ത കുന്നത്തിന്. അതേസമയം പുരുഷോത്തമൻ ഭാമക്കുഞ്ഞിനെ കെട്ടിയ ഈ കണ്ട സ്വത്തെല്ലാം അങ്ങോട്ടാവുമല്ലോ. അതിനുവേണ്ടി വല്ല കൂടോത്രം ചെയ്ത് ഭാമക്കുഞ്ഞിനെ മയക്കാനായിരിക്കും അവൻ ഇങ്ങനെ രാവും പകലും കറങ്ങി നടക്കുന്നത്. മതിയുടെ വർണ്ണന ഇന്നിതിവിടെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ എന്റെ മൂക്ക് ചീത്തപ്പേരാ. ഇത്രയും കാലം അവൻ ചെയ്ത വൃത്തികേടുകളെല്ലാം സഹോദരീ ഭർത്താവായി പോലോ എന്നോർത്ത് ഞാൻ ക്ഷമിച്ചു. ഇനി അതിന് കഴിയില്ല. എന്റെ ഭാമമോളുടെ ശരീരത്തൊരു പോറലേൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ തിരുമേനി, ഇന്ന് ഒരേ എഴുതിയാട്ടം ദുർമന്ത്രവാദം കൂടോത്രം ഒക്കെ ഉള്ള ആൾക്കാരാ മൂത്തകുന്നങ്കാര്. ഭാര്യ ഒന്നും മിണ്ടായിരിക്ക. ഏട്ടൻ ചുണക്കുട്ടിയെ പോലെ പോയി അങ്കം കുറിച്ചിട്ട് വരിക.
ചന്ദ്രമംഗലത്തെ ഒരു നട്ടലില്ലാത്തവരാണെന്നാണല്ലോ അവനും അവന്റെ മകൻ പുരുഷോത്തവനും പറഞ്ഞു നടക്കുന്നത്. ചന്ദ്രമംഗലത്തെ ഡാണത്വം നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ, പോകാം. അയ്യോ, ഞങ്ങളും കൂടെ പോരാനോ? ഞങ്ങൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? കൊലക്ക് കൊടുക്കാനാണോ? വല്യേട്ടാ, നമ്മുടെ അച്ഛൻ മരിച്ച പോലെ ഈ തറവാട്ടിൽ കിടന്ന് നേരാമണ്ണം മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ആ ദുർമന്ത്രവാദിയുടെ കയ്യിൽപ്പെട്ട് വല്ല പൂച്ചയായോ പട്ടിയായോ അലഞ്ഞു തിരിയാ എനിക്ക് കൊറിയില്ലേട്ടാ. അതുകൊണ്ട് വല്യേട്ടൻ തനിച്ചങ്ങ് പോയാ മതി. ചുംബന്മാരെ വേഗം വണ്ടിയില്. ചന്ദ്രമംഗലത്തെ ആൺപടം ഒന്നുകൂടെ പോണം. പാടോ. ഞാനിത് പ്രതീക്ഷിച്ചതാ. എനിക്കിപ്പോ കണ്ടകശനിയാണ്. ഊച്ചത്തലയിൽ ക്ഷുദ്രം ചെയ്ത് എന്റെ മൂത്തപങ്ങളെ കറക്കിയെടുത്ത മൂത്തകുന്നത്ത് വിക്രമാദിത്യവർമ്മ ഉണ്ടോടാ ഇവിടെ? ദുർമന്ത്രവാദവും കൂടോത്രവും ചെയ്ത് കണക്ക് തീർക്കാനേ ചന്ദ്രമംഗലത്തുകാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ തറവാടികളാണ്. നേരിൽ ചെന്ന് കണക്ക് തീർക്കുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കണ്ണടച്ചിരുന്ന് ദുർമന്ത്രവാദം ചെയ്യാതെ കണ്ണു തുറന്നിറങ്ങി വാടാ. എനിക്കറിയാമടാ നിന്റെ കണ്ണിപ്പോ തുറന്നു കാണുമെന്ന്. മന്ത്രവാദം മതിയാക്കി ഇറങ്ങി വാടാ പട്ടി. കുട്ടിമാളു വിളിച്ചിരുന്നോ? ഭൂമുഖത്തേതോ തെണ്ടിപ്പട്ടി കയറിയുണ്ട്. അത് പുരയ്ക്കാതിറങ്ങിട്ട് നേരെ കുറച്ചായി. അനുജൻ രാമവർമ്മയാണെന്നാ തോന്നുന്നത്. ആ പട്ടി തന്നെയാണ് ഈ പട്ടിയും. അധർവം പഠിച്ച് വഴിപിഴച്ച വിക്രമാദിത്യവർമ്മയെ മൂത്തകുന്നത്തുകാർ തറവാട്ടിന്ന് തല്ലിയിറക്കിയതും തെണ്ടിത്തിരിഞ്ഞു വന്ന് ചന്ദ്രമംഗലത്തെ തൊഴുത്തിൽ കയറി കിടന്നുറങ്ങിയ കഥയും നിനക്ക് ഓർമ്മയുണ്ടോടാ? അതോ പാണനെ കൊണ്ടുവന്ന് ഈ വീട്ടുമുറ്റത്ത് തീർത്ത് ഞാൻ പാടിക്കണോ? എങ്കിൽ താൻ ഒരു കാര്യം കൂടി കേട്ടോളൂ. ഈ മൂത്തകുന്നൻ തറവാട്ടിലെ തിരുമേനിമാർ കഴിക്കേണ്ട ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് രാത്രിയാകുന്നവരെ മാറ്റി വെക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാമോ? വിശന്ന് വലകി ഈ തറവാടിന്റെ മുന്നിൽ വന്നു നിന്ന് കുറയ്ക്കുന്ന പട്ടിക്ക് കൊടുക്കാൻ. എന്നാ നക്കിച്ചെന്ന് വാലവാട്ടിട്ട് കുറയ്ക്കാതെ പോടാ പട്ടി. നിൽക്കണവിടെ. വർഷങ്ങൾക്ക് മുമ്പ് തറവാട്ടുമുറ്റത്തെ മൂവണ്ടമ്മാവിൽ നിന്നെ കെട്ടിയിട്ട് തല്ലാൻ ഉപയോഗിച്ച ചാട്ടവാറാണ് ഇത്. എന്നിത് നിന്റെ മകൻ പുരുഷോത്തമനുള്ളതാണ്. നിന്നെ കെട്ടിയിട്ട മൂവണ്ടമ്മാവ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇറക്കി വിടാ നിന്റെ മോനെ. ഈ ചാട്ടവാറിന്റെ ചൂട് അവനും അറിയട്ടെ. അന്ന് നീ എനിക്കേൽപ്പിച്ച മുറിവിന്റെ വേദന നിനക്ക് തിരിച്ചു തരാൻ വേണ്ടിയാണ്ടാ എന്റെ മകനെ ഞാൻ വളർച്ചൊരു ചുടക്കുട്ടിയാക്കിയത്. ആ കഴുത ചുടക്കുട്ടിയോട് പറഞ്ഞേക്ക് സത്യഭാമയെ കാണാൻ ചന്ദ്രമംഗലത്ത് പറമ്പിക്കേറിയാൽ കാലുകൊല്ലി ഓടിക്കുമെന്ന്. വെറുതെ കാണാനല്ലടാവൻ വന്നത്, അവളെ കെട്ടാനാ. എന്റെ പുരുഷന് അതിനുള്ള യോഗ്യത ഉണ്ടടാ മോനെ പുരുഷോ. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. വലിയ തിരുമേനി കാലുകളൊക്കെ കേക്കട്ടെ. കളരി പരമ്പര ദൈവങ്ങളാണ്. മൂത്തകുന്നത്തു ഭഗവതിയാണ്. നാഗമടത്ത് തമ്പുരാട്ടിയാണ്. തച്ചോളി ഉദയനാണ്. ഒരു വടക്കൻ വീരഗാഥയാണ്. കടത്തനാടൻ അമ്പാടിയാണ്. അച്ഛൻ പറഞ്ഞത് സത്യം സത്യം സത്യം. ചേത്തെ അച്ഛൻ പറഞ്ഞല്ലടാ, നിന്റെ വാഗോട്ട് നീ തന്നെ പറയടാ. ഞാൻ എന്താണ് പറയേണ്ടത്? നീ എന്താ പറഞ്ഞത്? എന്റെ മകൻ നിന്റെ മകളുടെ പിറകെ നടക്കരുതെന്നല്ലേ? നടക്കും. അവൻ അവളുടെ പിറകെ തന്നെ നടക്കും. അവളെ പ്രേമിക്കും. അവളുടെ കഴുത്തിൽ സകലകലാവല്ലഭനായ എന്റെ മകൻ പുരുഷോത്തമൻ താരിയും കെട്ടും. എന്നെ തല്ലാൻ പിടിച്ചു കെട്ടി ആ മൂവാണ്ടമാവ് വെട്ടിയെടുത്ത് അതുകൊണ്ട് തീർത്ത കട്ടിലിൽ നിന്റെ മകളെയും കെട്ടിപ്പിടിച്ച് എന്റെ പുന്നാരം കിടന്ന് ഉറങ്ങൂടാ. ആദ്യ രാത്രിയിൽ തന്നെ ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് ചന്ദ്രമംഗലത്ത് രാമവർമ്മ എന്ന് പേരിടുകയും ചെയ്യും. ആദ്യ രാത്രിയിൽ എങ്ങനെയാണ് ആര് ഈ കുഞ്ഞ് ജനിക്കുന്നത്? ജനിപ്പിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ചെറിയ മാവൻ അത് മനസ്സിലാകും. ദുർമന്ത്രവാദം ചെയ്ത് എന്റെ മോളെ മയക്കാനെങ്ങാനും ശ്രമിച്ചാൽ നിന്റെ മോന്റെ കൈയും കാലും വെട്ടി നുറുക്കി ഈ വീട്ടുമുറ്റത്ത് കൊണ്ടിട്ട് ഞാൻ കത്തിക്കും. നിന്നെയും ഈ മന്ദശിരോടികളെയും ഇവിടെ വെച്ച് ഇപ്പൊ കത്തിച്ച് ചാമ്പലാക്കാൻ നിൽക്കറിയാം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വലിയ തിരുമേനിയെ കാപ്പിരി മുത്തപ്പന്റെ മന്ത്രം ഉപയോഗിച്ച് തെരുവ് പട്ടിയാക്കി ഈ നാട് മുഴുവൻ ഓടിക്കാം. കാണോ? അയ്യോ വേണ്ടച്ച, എന്റെ ഭാര്യയുടെ അച്ഛൻ ഒരു പട്ടിയാകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ആ കുറിക്കുന്ന ശബ്ദം എന്നെ തോന്നും പറഞ്ഞതാ. നമുക്കിപ്പോ പോവാം. ഒരു ഇരുമേ ഞാൻ കേക്കൂ. ഇവനെ ഞാൻ എന്താ മോനെ? എന്റെ കണ്ണുകൾ ചുമക്കുന്നു. എനിക്ക് അടക്കാൻ കഴിയണില്ല. വേണ്ടടാ മോനെ, വിട്ടുകള. ഞങ്ങൾ കാണും പെണ്ണുമായിട്ട് നീ ഒന്നേ ഉള്ളൂ. നിന്നെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല.
ഇല്ലമ്മേ എനിക്ക് എന്റെ ദാഹം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. പുരുഷോത്തമ സമയമായിട്ടടാ, നിന്റെ ദാഹം അച്ഛനിറക്കി തരാടാ. ഇല്ലച്ചോ, കാത്തിരിക്കാൻ വയ്യ. ഇപ്പോഴെന്റെ ദാഹം അടക്കിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. കണ്ടില്ലേ കുട്ടിമാളു, നമ്മുടെ മോന്റെ വീടും ശൈര്യവും. ചന്ദ്രമകത്ത് രാമവർമ്മയുടെ ചോര കുടിക്കാതെ ദാഹമാണ്. ചോര കുടിക്കുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ കിടന്ന് ഒറ്റ വെച്ചെന്റെ തൊണ്ട വരണ്ടു. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ താ, ഞാനൊരു പെപ്സി പിടിച്ചു വരട്ടെ. എന്താ കുട്ടിയെ ഇത്രയ്ക്കും പ്രാർത്ഥിക്കാൻ? ഒരു സുന്ദര കുട്ടനെ ഭർത്താവായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അല്ലേ? അതെ, ആ പ്രാർത്ഥന ഞാനും കേട്ടു. ആ സുന്ദരക്കുട്ടൻ ഇതാ ഭാമയ്ക്ക് വേണ്ടി മാത്രം ജനിച്ചു, ഭാമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. ക്ഷേത്ര സന്നിധിയിൽ വെച്ച് എന്റെ സമ്മതം അറിയിച്ചതായി അച്ഛനോട് പറഞ്ഞോളൂ. നമ്മുടെ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാനും പറഞ്ഞോളൂ. രണ്ടും ചേർത്ത് പറഞ്ഞോളൂ. അയ്യടാ, ഒരുത്ത് നടക്കുന്നു ഭാവനയെ കെട്ടാൻ. നാവില്ലല്ലോ. നീ ഈ പറഞ്ഞത് ഏട്ടൻ കേട്ടെന്നെങ്കിലേ നിന്റെ നാവ് പിഴുതെടുത്തനെ. കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ മൃദംഗ കച്ചേരി മാത്രം കേട്ട് ജീവിക്കുന്ന അമ്മായിമാർക്ക് പുരുഷന്മാരോടൊക്കെ വെറുപ്പാണെന്ന് എനിക്കറിയാം. എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല കേട്ടോ. പ്രത്യേകിച്ചും ഉത്തമ പൗരുഷമുള്ള ഈ പുരുഷോത്തമൻ അല്പ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നതിൽ അമ്മായിമാർക്കൊന്നും തോന്നരുത്. തോന്നിയാലും എനിക്കൊരു ചുക്കുമില്ല. കാരണം ഞാൻ രാജാവാണ്. കണക്കുകളുടെ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, ഐ ആം പ്രിൻസ്, രാജാവിന്റെ മകൻ, ദുർമന്ത്രവാദികളുടെ രാജാവ്, സാക്ഷാൽ വിക്രമാദിത്യ വർമ്മയുടെ ഏകമകൻ പുരുഷോത്തമൻ. ഇത് മോഹൻലാൽ ഏതോ സിനിമ പറഞ്ഞല്ലേ? ആയിരിക്കാം. ആമേ, നീ വിഷമിക്കണ്ട. ഈ കാണ്ടാമൃഗങ്ങളുടെ ഇടയിൽ നിന്നും നിന്നെ മോചിപ്പിക്കാൻ ഈ കരുത്തുള്ള കൈകൾ നിന്റെ കൂടെ ഉണ്ടാവും. അത് നടക്കും തോന്നുന്നില്ല. അച്ഛൻ പുരുഷേട്ടന്റെ കൈ വെട്ടിയെടുക്കുന്ന പറഞ്ഞിരിക്കുക. ഈ കൈകൾ വെട്ടാൻ ഒരാളിനി ജനിക്കണം. ആരെതിർത്താലും നമ്മുടെ വിവാഹം നടക്കും. അത് വിധിയാണ്. മാത്രമല്ല, നമുക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ ബുദ്ധിയും ഭാമയുടെ സൗന്ദര്യവുമാണെങ്കിൽ ആ കുഞ്ഞ് ലോകം കീഴടക്കും. നേരെ തിരിച്ചായാലോ? എന്റെ ബുദ്ധി പുരുഷേട്ടന്റെ സൗന്ദര്യം കിട്ടിയാൽ? പുരുഷന്റെ ക്ഷമ പരിശോധിക്കരുത്. തെറ്റിയാൽ ഞാൻ ആളാകെ മോശമാ. എടാ പുരുഷോത്തമ, അവളുടെ കയ്യിൽ നിന്ന് വിടാ. കയ്യിൽ നിന്ന് വിടാൻ. കൊച്ചിരുമിനി ഭാമയുടെ കൈ നോട്. വീട്ടിലെങ്ങനെ എന്ത് ചെയ്യും? കൈ നോട് തിരുമി. എനിക്ക് അവകാശം ഉണ്ടാക്കണം. ആ പുല്ലേ ഞാൻ പിടിച്ചത്. അതിനെന്തിനാ ചൂടാവുന്നത്? അവള് പറഞ്ഞാ പോരെ. നീ ചൂടായതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ വിട്ടത്. എനിക്ക് പിടിക്കണമെന്ന് തോന്നിയപ്പോ പിടിച്ചു, വിടണമെന്ന് തോന്നിയപ്പോ വിട്ടു. തമ്പുരാട്ടിമാര് പോയിക്കോളൂ. പൊയ്ക്കോളൂ. ഷൈൻ ചെയ്തൊക്കെ മതി. മേലിൽ ഇത് ആവർത്തിക്കരുത്. മരിക്കുന്നതുവരെ 2 കൈ ഉണക്ക ശരീരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ. ഓടാ നിന്നെ. നീ എന്താ അത് പട്ടീനായിരിക്കും. ആരാണ് നീ പട്ടി നോക്കാൻ? എന്റെ അച്ഛനെയാ ഞാൻ പട്ടീന്ന് വിളിച്ചത്. പരദേവതയാണ്, മൂത്തകുന്ന മൂത്തപ്പനാണ്. ദുർമന്ത്രവാദം ചെയ്ത് നിന്നെ ഒരു കൊലിച്ചിപ്പട്ടി ആക്കില്ലെങ്കിൽ എന്റെ ഈ പുരുഷോത്തുള്ള പേര് ഞാൻ മാറ്റുക. അതാ നല്ല പേര് മാറ്റിയല്ല, വായി നോക്കിയെന്ന് കേട്ടോ. ശരിയാ. ഇവനെ ഇന്ന് ഓടാ. ഇങ്ങനെ തന്നെ വേണം. അല്ലാതെ ആ പുരുഷ വാണ വിട്ടുപോലെ ഒറ്റ ഓട്ട് ഓടിയില്ലേ? സിനിമയിലൊക്കെ നായകൻ നായിക രക്ഷിക്കാൻ വരുമ്പോഴല്ലേ സേതുമാധവ് വന്നത്? നിനക്ക് ആ സേതുമാധവനെ ഇഷ്ടാണോ? ഹായ്, ഇത് എന്തൊരു വർത്താനേ പറയണേ. ഇഷ്ടമെങ്കിൽ പറഞ്ഞോളൂ, ഒട്ടും മടിക്കണ്ട. കൊച്ചമണി, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് അറിയാമോ? വന്നിപ്പോ അതും മറന്നോ? വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഈ കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരിക്കലും തോന്നാത്ത ഒരു കാര്യം ഇപ്പൊ തോന്നുന്നു. ഒരു മൂട്. ചേട്ടാ, എനിക്ക് നാണാവുന്നു. ഹായ്, ഇതിലിത്ര നാണിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ അയക്കട്ടെ? ഞാൻ ലൈറ്റ് അണിക്കട്ടെ? വേണ്ട, വെളിച്ചം വേണം. വെളിച്ചത്ത് നീ അത് കണ്ട് രസിക്കണം. അയ്യേ, ഈ ചേട്ടൻ എന്തായി പറയണേ? ഞാനിപ്പോ അയക്കും. ഹായ്, എന്തൊരു ഷേപ്പ്. ചങ്ങനാശ്ശേരിയിലെ അച്യുതപ്പണിക്കിന്റെ സൃഷ്ടി അപാരം. എന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി മാധവർമ്മ എന്നാ. 35 വർഷത്തെ മൂപ്പുള്ള വരിക്കപ്ലാവിന്റെ തടിയെടുത്ത് 16 പ്രാവശ്യം കടഞ്ഞ് ഷേപ്പും ഉറപ്പും വരുത്തിയെടുത്ത കുറ്റിയാണ്. നിങ്ങൾ എന്തിനെ കുറിച്ചായി പറയുന്നത്? എന്റെ എല്ലാമായ മൃദംഗത്തെ കുറിച്ച്. നാശം. ഞാനൊന്ന് അടിച്ചോട്ടെ? അടിക്കോ കൊല്ലി എന്ത് വേണേ ചെയ്തോ. എന്റെ ഒരു തലവിധി. എവിടെ പോണോ അവിടെ കിടക്ക് മനുഷ്യ. ശംഭു വായിക്കുന്നത് നീ കേട്ടില്ലേ? ഓ, അവന്റെ ഒരു ഒടുക്കത്തെ വായന. അവിടെ കിടക്ക് എന്റെ മനുഷ്യ. തറവാട്ട് നാളെ ഉത്സവത്തിൽ പോകേണ്ടതാ. എനിക്കിപ്പോ മൂട് പറഞ്ഞിട്ട് കേട്ടോ, നല്ല മൂട് പറഞ്ഞിട്ട് കേട്ടോ.
അച്ഛന്റെ കാലത്ത് തുടങ്ങിയ ഒരു ഏർപ്പാടാ. ഇനി ഞാനായി അത് തെറ്റിക്കണ്ടെന്ന് കരുതി. സത്യത്തിൽ ഈ കഴുതകളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാ. പക്ഷേ ഇന്ന് ഉത്സവം നമ്മുടെ വകയായ സ്ഥിതിക്ക് എല്ലാവരും പോയേ മതിയാകൂ. അതൊരു ശീലമായി പോയില്ലേ? 20 ഗജവീരന്മാര് പാലക്കാട് നിന്ന് എത്തുന്ന അറിയിച്ചിട്ടുണ്ട്. പണം അല്പം കൂടും, എങ്കിലും ചന്ദ്രമംഗലത്തുകാർക്ക് ഒരു ഗമയായിക്കോട്ടെ എന്ന് കരുതി. അതേതായാലും നന്നായി. ഓ. ഇന്ന് ഉത്സവം നമ്മുടെ വകയാണെന്ന് പറയുമ്പോ ജനം കുറച്ച് കൂടുതൽ തന്നെ പ്രതീക്ഷിക്കും. വരെ 4 മണിക്ക് തന്നെ പുറപ്പെടാം. സത്യഭാമയ്ക്ക് താലപ്പൊലി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടത്രേ. അല്ല, അങ്ങനെ ഒരു നേർച്ച ഉണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് നടത്തുന്നത് നല്ലതാ. എന്താ തിരുമേനിമാരെ, സ്ത്രീജനങ്ങളെയും കൂട്ടി കൃത്യസമയത്തിന് പുറപ്പെടാൻ പറ്റുമോ? പുറപ്പെടാം. എങ്കിൽ അകത്തിയെന്ന് അവരെ വിവരം അറിയിച്ചേക്കൂ. എല്ലാരും പോയാ ഏട്ടത്തി തനിച്ചാവില്ലേ? രാത്രി പോരണ്ട. വിധവകൾ ഉത്സവത്തിന് പോവോ പതിവില്ലല്ലോ. രാത്രി ലക്ഷ്മിക്കുട്ടിക്ക് കൂട്ടിരിക്കട്ടെ. എന്താ? ശരി. ഭാമയുടെ താലപ്പൊലി എടുക്കൽ എങ്ങനെയെങ്കിലും മുടക്കണം. ഈ വിവരം ഇപ്പൊ അവളെങ്ങനെ അറിയിക്കും? അത്തം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച നന്നായിരിക്കും. നല്ല ശേലായി. ഇവിടെ കിന്നാരം പറഞ്ഞോണ്ടിരിക്കുക. വലിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? വേഗം തയ്യാറായിക്കൊള്ളൂ. വാ ഉത്സവത്തിന് എത്താൻ വൈകിയാൽ അത് മതി, പിന്നെ ചീത്തവലി കേൾക്കാൻ. വാ അമ്മായി, നമുക്ക് റെഡിയാവാം. രാത്രി പോരണ്ടാന്ന് പറഞ്ഞു. ഏട്ടത്തിക്ക് കൂട്ടുവേണ്ടേ? എന്നാ അവരൊക്കെ പോട്ടെ, എന്റെ അമ്മായി ഇല്ലാതെ ഞാൻ പോണില്ല. അത് പാടില്ല കുട്ടി. കഴിഞ്ഞ ഉത്സവത്തിന് അമ്മായി മോളോട് വന്നില്ലേ? ഈ വർഷം വരാൻ കഴിയാതെ ദൈവം എന്നെ ശിക്ഷിച്ചു കളഞ്ഞില്ലേ? പിന്നെ എന്തൊക്കെയാണല്ലോ വിശേഷങ്ങള്? തന്നെ ഇപ്പൊ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. ഇവിടെ ആഴ്ചയിൽ ഒരിക്കലല്ലേ തേപ്പുള്ളൂ. താൻ ഇവിടെ എല്ലാ ദിവസവും വരണം. അതാ എനിക്ക് സൗകര്യം. സാറിന്റെ വർത്താനം കേട്ട തോന്നും ഞാൻ വരാത്തപ്പോൾ ഈ വീട്ടിലെ തുണിയൊക്കെ തേക്കണത് സാറാണെന്ന്. വേഗം കൊണ്ടുകൊടു. നിങ്ങൾ വന്നേക്കൂ, എന്റെ അമ്മോ. ഞാൻ കൊണ്ടുവയ്ക്കാ ചെറിയമ്മേ. അയ്യോ വേണ്ട കുട്ടി. കുട്ടി ഇതും ചുവന്നോണ്ട് പോണ കണ്ടിട്ട് ഏട്ടൻ ചാട്ടവറെടുക്കാനല്ലേ? അത് വേണ്ട, ഞാൻ കൊണ്ടുപോയി. അയ്യോ വേണ്ട ചെറിയമ്മ, ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. ബാമയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കുന്ന മോളിൽ നിന്നുള്ള കൽപ്പന. വഴക്ക് കേൾക്കാൻ എനിക്ക് വയ്യ കുട്ടി. ഈശ്വരാ, കത്തുകൂട്ട് പോണം. എല്ലാം കുളവും. എന്താ സാറത്ര ധൃതി? വിശേഷങ്ങളൊക്കെ കേൾക്കണ്ടേ? അതിലും വലിയ വിശേഷമാണോ ഇവിടെ? ആണാ? അയ്യോ.